നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-ലും DYFI-ലും SFI-ലുമൊക്കെ ഒരു പൊളിച്ചെഴുത്തുണ്ടാകും എന്നായിരുന്നു പാർട്ടി പ്രവർത്തകരും താഴെ തട്ടിലെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ കരുതിയത്. എന്നാൽ ഒരു പൊളിച്ചെഴുത്തും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു കൂട്ടം ഗുണ്ടകളാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നത് എന്നുള്ള വിമർശനം പാർട്ടിക്കാർ തന്നെ ഉയർത്തുകയാണ്. SFI-യും DYFI-യും ഒക്കെ ഇപ്പോൾ തറ ഗുണ്ടായിസവും വർഗീയതയും പച്ചയ്ക്ക് വർഗീയതയും പറയുന്ന സംഘടനകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു മുദ്രാവാക്യം ഉയർന്നിരുന്നു. അടിയും ഇടിയും ഒക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാണ്, ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം മുഴങ്ങിയത് എവിടെയാണെന്നല്ലേ? ജയിലിന് മുന്നിലാണ്. അതായത് കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജാമ്യം ലഭിച്ച ജിതിൻ ഭാസ്കറിന് വമ്പൻ സ്വീകരണം ഒരുക്കിക്കൊണ്ട് CPM DYFI നേതാക്കളൊക്കെ ഇരച്ചെത്തി വലിയ മുദ്രാവാക്യം വിളിയായിരുന്നു. അതായത് ജയിലറകളൊക്കെ ഞങ്ങൾ ഇതിലും കൂടുതൽ കണ്ടിട്ടുണ്ട്, ഭയപ്പെടുത്താൻ നോക്കണ്ട എന്ന് വിളിച്ചു കൂവുന്ന മുദ്രാവാക്യം കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് സ്വാതന്ത്ര്യ സമരത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിലുമൊക്കെ പോയി പങ്കെടുത്തിട്ട് പുറത്തിറങ്ങിയപ്പോൾ പാർട്ടിക്കാർ കൊടുക്കുന്ന വീരോജ്വലമായ അഭിവാദ്യം പോലെ തോന്നും. പക്ഷെ ഒന്നുമില്ല. പച്ചയ്ക്ക് വർഗീയത പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതിന് പോലീസ് തൂക്കി അകത്തിട്ടതാണ്. അതിന് ജാമ്യം കിട്ടിയതാണ്. SFI-യും DYFI-യും ഒക്കെ ഇപ്പോൾ ഒരു കൂട്ടം ക്രിമിനലുകളുടെ കൈകളിലേക്ക് പോയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ഇതാണ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനം തകർന്നടിയാൻ പോകുന്നു എന്ന്. ഇവിടെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഇതിലെ ക്രിമിനലുകളെ ചവിട്ടി പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് അത് നിസാര വിഷയമായിരുന്നു. CPM-ന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നില്ലേ അത്? ഞങ്ങൾ വർഗീയതയെ അങ്ങ് തുടച്ചു നീക്കും, വർഗീയതയെ ചവിട്ടി പുറത്താക്കുമെന്ന് പറയുന്ന കൂട്ടരുടെ വായിൽ നിന്നാണ് പച്ചയ്ക്ക് വർഗീയത വന്നത്. അതിൽ ഉൾപ്പെട്ട ഒരു കൂട്ടം നേതാക്കളെ പാർട്ടി ചവിട്ടി പുറത്താക്കണം. അല്ലാതെ വീണ്ടും അവരെ മാലയിട്ട് സ്വീകരിക്കുന്ന നടപടി സ്വീകരിക്കരുത്. പക്ഷേ ഇപ്പോൾ ജിതിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ആരവവുമായിട്ട് CPM-ഉം DYFI-ക്കാരും അവിടെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക എന്താണ്? ഈ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഉന്നത നേതൃത്വങ്ങൾക്ക് പങ്കുണ്ട് എന്നല്ലേ? ഈ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞവരെ വീണ്ടും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്നല്ലേ? ഇതാണ് പറയുന്നത്. ഈ പ്രസ്ഥാനം ഇവിടെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഈ പോക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ചവിട്ടി പുറത്താക്കുന്നതിൽ അധികം വിദൂരമൊന്നും അല്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ജിതിൻ ഭാസ്കറിനെ സ്വീകരിക്കാൻ മുന്തിയ നേതാക്കളൊക്കെയാണ് ജയിലിന് മുന്നിലെത്തിയത്. CPM വടകര ഏരിയ സെക്രട്ടറി K ഗോപാലൻ മാസ്റ്റർ, DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് എന്നിവരടക്കമായിരുന്നു ജിതിനെ സ്വീകരിക്കാനെത്തിയത്. മാലയിട്ട് സ്വീകരിച്ച ജിതിനെയും കൊണ്ട് റോഡിലൂടെ വലിയ പ്രകടനമൊക്കെയാണ് ഇവർ നടത്തിയത്. കള്ളക്കേസിൻ ജയിലറയും ഞങ്ങളിതേറെ കണ്ടവരാ, ധീരസഖാവിന് അഭിവാദ്യങ്ങൾ. ഉളുപ്പുണ്ടോടോ നിനക്കൊക്കെ? ഇമ്മാതിരി ഒരു വർഗവഞ്ചകനെ അങ്ങനെ തന്നെ പറയണം. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഒരുത്തനെ മാലയിട്ട് സ്വീകരിച്ചിട്ട് ജയിലറയും പോലീസും ഒക്കെ ഞങ്ങൾ കുറെ കണ്ടതാണ്, ധീരസഖാവിന് അഭിവാദ്യം എന്ന് പറയാൻ ഇതാണോ ധീരസഖാവ്? ഈ പ്രസ്ഥാനത്തിനൊക്കെ ഒരു അന്തസ്സുണ്ടായിരുന്നു പണ്ട് ഇതിൽ നല്ല ഒന്നാന്തരം നേതാക്കൾ കയറിയിരുന്നപ്പോൾ. ഇപ്പോൾ ഇതുപോലെയുള്ള കുറെ ഞാഞ്ഞൂലുകൾ കയറി ഇരുന്നിട്ട് പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവനെയൊക്കെ പൊക്കിപ്പിടിച്ച് റോഡിലൂടെ പ്രദക്ഷിണം നടത്തി ധീരസഖാവെന്ന് മാലയൊക്കെ ഇട്ട് പറഞ്ഞുകൊണ്ട് നടക്കാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ ഈ പാർട്ടിക്കാർക്ക്. പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടെ കിടന്ന് ചോര തുപ്പിയ നേതാവിനെയൊക്കെ കൊണ്ടുപോകുന്ന പോലായിരുന്നു ഈ പോക്ക്. പറച്ചിലും കൊണ്ടുപോകലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു തിരുവള്ളൂരിൽ വെച്ച് DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജിതിന് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കേസിൽ റിമാൻഡിലായി 18-ാം ദിവസമാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ജിതിന് ജാമ്യം അനുവദിച്ചത്. ആഴ്ചയിൽ 2 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാക്കണം എന്നുള്ള വ്യവസ്ഥയോടെയായിരുന്നു ജാമ്യം കൊടുത്തത്. കള്ളക്കേസും ജയിലറയും ഞങ്ങൾ കുറെ കണ്ടതാണ് എന്നുള്ള മുദ്രാവാക്യമായിരുന്നല്ലോ ഉയർന്നത്. ഇതാണോ കള്ളക്കേസ്? കള്ളക്കേസായിരുന്നുവെങ്കിൽ ജിതിൻ എന്തിനാണ് ജിതിൻ്റെ ഫോൺ റീസെറ്റ് ചെയ്തത്? അയാളുടെ ഫോണിൽ ഉണ്ടായിരുന്ന ഡേറ്റ മുഴുവൻ ഡിലീറ്റ് ചെയ്തത്? അതായത് പോലീസിൽ പിടിക്കപ്പെടുന്നതിന് മുൻപ് അയാളുടെ ഫോണിൽ നിന്നെല്ലാം ഡിലീറ്റ് ചെയ്തു. എന്തിനായിരുന്നു അങ്ങനെ ഒരു നീക്കം? DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ജിതിൻ ഭാസ്കർ. കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് DYFI-യുടെ വിശദീകരണം. ജിതിന് സ്ക്രീൻഷോട്ട് നിർമ്മാണത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് DYFI വാദിക്കുമ്പോഴും ഇയാൾ തന്നെയാണ് ഇത് നിർമ്മിച്ചതെന്നും പ്രചരിപ്പിച്ചതെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തെളിവ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ജൂൺ 16-നായിരുന്നു ജിതിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്.
കഴിഞ്ഞ മാസം 16-നാണ് ജിതിൻ ഭാസ്കറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ജാമ്യാപേക്ഷ 2 തവണ വടകര കോടതി തള്ളിയതോടെയാണ് ജിതിൻ ജില്ലാ കോടതിയെ സമീപിച്ചത്. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന നിമിഷം വന്നു വീണ ബോംബായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ മുസ്ലിമായും KK ശൈലജയെ കാഫിറായും ചിത്രീകരിച്ചുള്ളതായിരുന്നു വിവാദ സ്ക്രീൻഷോട്ട്. യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമിനെയാണ് കേസിൽ ആദ്യം പോലീസ് പ്രതി ചേർത്തത്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണനാണ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്തതെന്ന് പിന്നീട് കണ്ടെത്തി. അന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തായിരുന്നു ഈ DYFI കാരനാണ് ഇതിൽ പ്രതിയെന്ന് മനസ്സിലായത്. ഇതോടെ അന്വേഷണം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയില്ല. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും CPM തിരുവള്ളൂർ തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ജിതിൻ ബ്രോഡ്കാസ്റ്റ് സന്ദേശം വഴി 200 പേർക്ക് സന്ദേശം അയച്ചുവെന്നും തെളിവ് നശിപ്പിച്ചു എന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. ജില്ലാ ഫോറൻസിക് വിഭാഗത്തിന് ഇത് സംബന്ധിച്ച തെളിവ് ലഭിച്ചിട്ടുണ്ട്. വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ മറ്റൊരു DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിരുന്നുവെന്ന് നേരത്തെ SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ജിതിൻ. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ വമ്പൻ ജയത്തിനും ശൈലജ ടീച്ചറിന്റെ തോൽവിക്കും കാരണമായത് കാഫിർ സ്ക്രീൻഷോട്ടായിരുന്നു. വർഗീയ ശക്തികളുമായി ഒരു സന്ധിയുമില്ലെന്ന് കവലപ്രസംഗത്തിൽ ഗീർവാണമടിക്കുന്നവർ വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് പച്ചയ്ക്ക് വർഗീയത കാണിച്ചു. ശൈലജയെ തോൽപ്പിച്ചത് അവിടെ പ്രചാരണത്തിന് ചെന്നിറങ്ങിയ CPM കൂട്ടം തന്നെയായിരുന്നു. ഷാഫിയുടെ മൈലേജ് കുത്തനെയാണ് കൂട്ടിക്കൊടുത്തത്. ഷാഫിയെ വർഗീയവാദിയായി ചിത്രീകരിച്ച് തോൽപ്പിക്കാൻ CPM നുണ ഫാക്ടറിയിലൂടെ പുറത്തേക്ക് ചീറ്റിയ വിഷം ശൈലജ ടീച്ചർക്കാണ് തിരിച്ചടിച്ചത്. അന്നേ ഷാഫി പ്രഖ്യാപിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ളവരെ തൂക്കുമെന്ന്. എല്ലാ കാലത്തും വിജയനായിരിക്കില്ല ഭരണത്തിലെന്നും ഷാഫി പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതി ശരിയായി. അധികാരത്തിലേറെ UDF CPM കൂട്ടത്തിന് ഒന്നൊന്നായി പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജിതിൻ ഭാസ്കർ തന്റെ മൊബൈൽ ഫോൺ പൂർണ്ണമായും റീസെറ്റ് ചെയ്ത് വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞത് വെറുതെ അല്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. CPM ഭരണ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത നേതാവിന്റെ അടുത്ത ബന്ധുവാണ് ജിതിന് ഈ സ്ക്രീൻഷോട്ട് ആദ്യം കൈമാറിയതെന്ന ശക്തമായ സംശയത്തിലാണ് അന്വേഷണ സംഘം. തെരഞ്ഞെടുപ്പ് കാലത്ത് ബോധപൂർവം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നിർമ്മിച്ച ഈ വ്യാജ ചിത്രം ജിതിനിലേക്ക് എത്തിയത് സാധാരണ ഒരു പാർട്ടി അണിയുടെ പക്കൽ നിന്നല്ല എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. പാർട്ടിയുടെ സൈബർ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ഉന്നതന്റെ നിഴലിലുള്ള വ്യക്തിയിലേക്ക് തന്നെയാണ് അന്വേഷണം നീളുന്നത്. കൂടാതെ CPMന്റെ മുതിർന്ന നേതാവ് ലതികയ്ക്ക് ഈ ചിത്രം എവിടെ നിന്ന് ലഭിച്ചു എന്നതും ജിതിൻ ഭാസ്കറുമായി ഇവർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്നതും പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. ഉന്നത നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെട്ട രഹസ്യ ഗ്രൂപ്പിലാണ് ഈ സന്ദേശം ആദ്യം പ്രചരിച്ചത് എന്നതിനാൽ KK ലതികയെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നാണ് പോലീസ് പറയുന്നത്. CPM പ്രവർത്തകർ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ബോംബ് നിർമ്മാണത്തിനിടയിൽ ആളപായം ഉണ്ടായാലോ പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്ന നിലപാടാണ് സാധാരണ CPM സ്വീകരിക്കാറുള്ളത് എന്ന് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പരിഹസിച്ചത്. എന്നാൽ UDF അനുഭാവികൾ ഒരു ചെറിയ കമന്റ് ഇട്ടാൽ പോലും സോണിയാഗാന്ധി വരെ മറുപടി പറയണമെന്ന മട്ടിലായിരുന്നു അവരുടെ സമീപനമെന്നും ഷാഫി വിമർശിച്ചു. ഈ കേസിൽ തങ്ങൾ തുടക്കത്തിലേ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അന്നത്തെ LDF സ്ഥാനാർത്ഥി മുതൽ കഴിഞ്ഞ ദിവസം വരെ പ്രതികരിച്ച LDF കൺവീനർ, പാർട്ടി സെക്രട്ടറി, DYFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മുഴുവൻ പാർട്ടി സംവിധാനവും ഈ വ്യാജ നിർമ്മിതിയെ സ്വന്തം അജണ്ടയായി ഏറ്റെടുത്ത് കള്ളപ്രചാരണത്തിന് പിന്നാലെ ഓടുകയായിരുന്നു. സ്വയം ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കി അതിൽ മറ്റുള്ളവരുടെ പേരിൽ വലിയ രോഷം കൊള്ളുകയും തങ്ങളെപ്പോലുള്ളവരെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ഹീനമായ ശ്രമം നടത്തുകയുമാണ് CPM ചെയ്തതെന്ന് ഷാഫി കുറ്റപ്പെടുത്തി. ഇപ്പോൾ നിയമപരമായ ഒരു തിരിച്ചടി കൂടിയാണ് CPMന് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിക്കരുത്. CPM ഒരു കമ്മ്യൂണൽ പോയിസൺ ആവാൻ പാടില്ലായിരുന്നുവെന്ന് ഇപ്പോൾ കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം പറയുന്നുണ്ട്. ഈ വ്യാജ സ്ക്രീൻഷോട്ട് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചവരെ കൂടി കേരളത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.